ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് അംബർല പലാസ പാൻസ് ആണ്. ഇത് അംബർല കട്ടിങ് രീതിയിലാണ് ഈ പലാസ പാൻറ് ചെയ്യുന്നത്. ആദ്യം ഇതുപോലത്തൊരു ഫാബ്രിക് എടുക്കാം. 1/2 മീറ്റർ തുണിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിവിടെ രണ്ടായി മടക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ വീതി വരുന്നത് 21.5 ഇഞ്ചും ഇതിൻ്റെ നീളം മടക്കി കഴിയുമ്പോൾ വരുന്നത് 21 ഇഞ്ച് തന്നെയാണ്. ഇനി ഈ തുണീനെ ഇതുപോലെ കോൺ പോലെ മടക്കാണ്. അംബർല കട്ടിങ് ആയതുകൊണ്ടാണ് കോൺ പോലെ മടക്കുന്നത്. അപ്പോൾ താഴ്ഭാഗത്ത് നല്ല ഫ്ലെയർ വരുന്ന രീതിയിലാണ് ഈ പലാസ പാൻറ് വരുന്നത്. ഇവിടെ ഈ സൈഡിൽ 2 പീസും ഒരു ഫോൾഡഡ് പീസും ഉണ്ടാവും. ഇനി ഇവിടെ നിന്ന് എങ്ങനെയാണ് മാർക്ക് ചെയ്യണേന്ന് നോക്കാം. ഇവിടെ വേസ്റ്റിൻ്റെ വണ്ണം എടുത്തിരിക്കുന്നത് 5.5 ഇഞ്ചാണ്. അപ്പോൾ എത്രയാണ് വേസ്റ്റ് വരണേ അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/2 ഇഞ്ച് കൂട്ടി അടയാളപ്പെടുത്താണ്. ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കാം. ഈ ഭാഗമാണ് വേസ്റ്റ് ആയിട്ട് എടുക്കുന്നത്. ഇനി ആ പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് ക്രച്ച് ലെങ്ത് അടയാളപ്പെടുത്താം. 8.5 ഇഞ്ചാണ് വരുന്നത്. ഇത് 5 വയസ്സ് മുതൽ 6 വയസ്സുള്ള കൊച്ചുങ്ങളുടെ പലാസ പാൻ്റാണ്. അപ്പോൾ ഏകദേശം 8.5 ഇഞ്ച് ക്രച്ച് ലെങ്ത് എടുത്താൽ മതിയാവും. 1/2 ഇഞ്ച് ഇതുപോലെ മുകളിൽ തയ്യൽ തുമ്പ് വേണ്ടി വരും. ഇനി ഇതിൻ്റെ ഇറക്കം എടുത്തിരിക്കുന്നത് 15.5 ഇഞ്ചാണ്. പലാസ പാൻറ്റിൻ്റെ ഇറക്കം എത്രയാണ് ഞാൻ ഇതിൻ്റെ ഫുൾ ഭാഗവും ഞാൻ എൻ്റെ ഇറക്കമായിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ തുണി ഒട്ടും വേസ്റ്റ് ആവില്ല. അപ്പോൾ ഇത് ഫുള്ളും ഇതുപോലെ ആ ലൈനിൻ്റെ ഇവിടെ ടേപ്പ് വെച്ച് ഇതുപോലെ കോൺ പോലെ നമ്മൾ മാർക്ക് ചെയ്യാണ്. വരച്ചെടുക്കുക. ഇനി ഈ ഭാഗം വെട്ടാണ്. ഇനി ഇതെങ്ങനെയാണ് വെട്ടണേന്ന് നോക്കാം. ക്രച്ച് ലെങ്ത് വരയ്ക്കുമ്പോൾ ഇവിടുന്ന് 1.5 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമ്മൾ ഈ പോയിന്റ് അടയാളപ്പെടുത്തേണ്ടത്. ഇവിടുന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണ്. ഇതുപോലൊരു ഷേപ്പ് കൊടുത്ത് അവിടെ നിന്നൊരു 1 ഇഞ്ച് അടയാളപ്പെടുത്തി ഇങ്ങനൊരു ഷേപ്പ് കൊടുക്കുക. ഇനി ഇത് കട്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ നിന്ന് 1/2 ഇഞ്ച് മുകളിലേക്ക് കൂട്ടിയിട്ട് വേണം ഇതുപോലെ വെട്ടേണ്ടത്. വേസ്റ്റ് വെട്ടിക്കഴിഞ്ഞു. ഇനി താഴത്തെ ഭാഗവും ഇതുപോലെ ഷേപ്പിൽ വെട്ടാം. ക്രച്ച് ലെങ്ത്തും ഇതുപോലെ ആ പോയിന്റിൽ നിന്ന് ഇതുപോലെ ഷേപ്പ് കൊടുത്ത് മുകളിലേക്ക് ഇതുപോലെ വെട്ടിയെടുക്കുകയാണ്. ഇങ്ങനൊരു വേണം വെട്ടിയെടുക്കേണ്ടത്. അത് ഫുൾ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റിൻ്റെ
വീതി കുറഞ്ഞു പോകും. അതുകൊണ്ട് ഇങ്ങനെ ആയിട്ട് വെട്ടാൻ ശ്രദ്ധിക്കാം. ഇനി ഇത് നമുക്ക് നിവർത്തിയിടാം. ഇപ്പം നമുക്ക് 2 പീസ് കിട്ടും. ഈ ഭാഗം ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് വെട്ടിയെടുക്കുകയാണ്. ഇനി ഈ പലാസ പാൻറ്റിന് ബാൻഡ് വെച്ചാണ് നമ്മൾ ഇലാസ്റ്റിക് വെച്ച് ആണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ബാൻഡ് തയ്ക്കാൻ വേണ്ടി, വേസ്റ്റ് ബാൻഡ് തയ്ക്കാൻ വേണ്ടി അപ്പോൾ ഇതുപോലൊരു പീസ് തുണി എടുത്ത് ഇതുപോലെ അതിൻ്റെ മടക്കി കഴിയുമ്പോൾ അതിൻ്റെ വീതി ഇതുപോലെ 2.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് വീതി അനുസരിച്ച് എടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ 2 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ മടക്കി ആ ബാൻഡ് ഞാൻ വെട്ടിയെടുക്കുകയാണ്. ഈ ബാൻഡ് തികയാത്തതുകൊണ്ട് കുറച്ചും കൂടി കൂട്ടി ഒരു 6 ഇഞ്ചും കൂടി കൂട്ടിയെടുക്കുകയാണ്. തുണി തികയാണ്ടാവുമ്പോൾ നമുക്ക് ഇതുപോലെ കൂട്ടി ചേർക്കാം. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം. ആദ്യം ഇതുപോലെ തുണീനെ 2 വശം നല്ല വശം ചേർത്ത് പിടിച്ച് ഇതിൻ്റെ ക്രച്ച് ഏരിയ നമ്മൾ തയ്ക്കുകയാണ്. ഇതുപോലെ 2 സൈഡിൽ മുകളിൽ നിന്ന് താഴെയും വരെ തയ്ച്ചെടുക്കാം. ഇതുപോലെ മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് താഴേക്ക് ആ ഒരു ഷേപ്പിൽ തയ്ച്ചെടുക്കുകയാണ്. രണ്ട് വശവും നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. 2 വശം നല്ല വശം ചേർത്ത് അടിക്കുകയാണ് വേണ്ടത്. ഇനി ഇതുപോലെ നിവർത്തിയിടുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഇനി അതിൻ്റെ അടിഭാഗം ഇതുപോലെ തന്നെ താഴെ മുതൽ ഇതുപോലെ തയ്ച്ചെടുക്കുക. ഇതുപോലെ തുണീനെ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചടിക്കാൻ ശ്രമിക്കാം. അതിനുശേഷം അതിൻ്റെ അരിക് സിക്സാഗ് വെച്ച് അടിച്ചു കൊടുത്താൽ നല്ല ഫിക്സ് ആയിട്ട് ഇരുന്നോളും. അതിൻ്റെ അരിക് അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിത് മറിച്ചിടാം. ഇതുപോലെ ഇരിക്കും. ഇനി ഇതിൻ്റെ താഴ്ഭാഗം മടക്കി തയ്ച്ചു കൊടുക്കുക. ഇനി ഇതിന് ബാൻഡ് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഈ പീസിൻ്റെ നല്ല വശം ഇതുപോലെ ചേർത്ത് പിടിച്ച് അടിച്ചു കൊടുക്കുക ആദ്യം. ഒരു സ്റ്റിച്ച് നമ്മൾ അടിച്ചു കഴിഞ്ഞു. ഇനി ഈ പാൻറ്റിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എത്രയാണ് വരണേന്ന് നോക്കാം.
അതനുസരിച്ച് ബാൻഡ് വിഡ്ത്ത് നമുക്ക് മടക്കാം. ഇവിടെ 16 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിവിടെ മാർക്ക് ചെയ്ത് ഇതുപോലെ മടക്കി കൊടുക്കുകയാണ്. അപ്പോൾ 2 ഇഞ്ചായിരിക്കും ബാൻഡ് വിഡ്ത്തായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലെ മടക്കി തയ്ച്ചു കഴിഞ്ഞു. ഇതുപോലെ ഇരിക്കുന്നത്. ഇതിനുള്ള ഇലാസ്റ്റിക് ഉള്ളിലിടാണ്. ഇതിനുള്ള ഇലാസ്റ്റിക് എടുക്കുക. ഇതിൻ്റെ നീളം വരുന്നത് 17 ഇഞ്ചാണ്. ഇതിൻ്റെ ഇവിടെ 10.5 ഇഞ്ചാണ്. അപ്പോൾ 21 ഇഞ്ചുണ്ട്. അപ്പോൾ അതിനേക്കാളും കുറച്ച് ഇലാസ്റ്റിക്കാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതുപോലെ പിൻ കൊടുത്ത് പലാസ പാൻറ് റെഡി ആയി കഴിഞ്ഞു. ഇതിൻ്റെ നോർമൽ പലാസ പാൻറ് തയ്ച്ചേക്കുന്നത് ഞാൻ വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് അംബർല കട്ട് പലാസ പാൻറ്റാണ്. താഴ്ഭാഗം നല്ല വീതി വരുന്ന പലാസ പാൻറ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം.